ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിപ്പ് ഇപ്പോൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ ആരൊക്കെയാകും, എന്തൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ചർച്ചകൾ എല്ലായിടത്തും നടക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഔദ്യോഗിക വിവരങ്ങളൊന്നുമല്ല. ഒരു ബിഗ് ബോസ് ആരാധകൻ എന്ന നിലയിൽ സീസൺ 8 വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന 4 മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ, പുതിയ ടൈറ്റിൽ സോങ്. ലോകത്തിൻ കഥ അറിയാതെ എന്ന ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഓർമ്മ വരും. ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ തുടർച്ചയായി 7 സീസണുകളിലും ഏകദേശം അതേ ടൈറ്റിൽ സോങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീസൺ 8 വേണ്ടി പുതിയൊരു ടൈറ്റിൽ സോങ് അല്ലെങ്കിൽ അതേ പാട്ടിന്റെ പുതിയൊരു മ്യൂസിക് വേർഷൻ കൊണ്ടുവന്നാൽ തുടക്കം മുതൽ തന്നെ ഒരു ഫ്രഷ് ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പഴയ ടൈറ്റിൽ സോങ് തന്നെ മതിയോ അതോ പുതിയൊരു ടൈറ്റിൽ സോങ് വേണോ? കമന്റിൽ പറയൂ. രണ്ടാമത്തേത്, ഗോൾഡൻ ടിക്കറ്റ് എൻട്രി. ഇപ്പോൾ കോമണർ എൻട്രിക്കായി ഓഡീഷനുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഓഡീഷനിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 മികച്ച കോമണർമാരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഓരോരുത്തരുടെയും ചെറിയ ഇൻട്രോ വീഡിയോ പുറത്തിറക്കണം. അതിനുശേഷം ഔദ്യോഗിക വോട്ടിംഗ് നടത്തി ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഒരാൾക്ക് ഗോൾഡൻ ടിക്കറ്റ് നൽകി നേരിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശനം നൽകാം. അങ്ങനെ വന്നാൽ പ്രേക്ഷകർക്കും ഈ മത്സരാർത്ഥിയെ തിരഞ്ഞെടുത്തത് ഞങ്ങളാണ് എന്നൊരു സന്തോഷം ഉണ്ടാകും. പ്രേക്ഷകരുടെ പങ്കാളിത്തവും അതിലൂടെ വർദ്ധിക്കും. മൂന്നാമത്തെ മാറ്റം, ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു ഐഡിയയാണ്. ഇതുവരെ എല്ലാ സീസണിലും നമ്മൾ കേട്ടത് ഒരേ ബിഗ് ബോസ് ശബ്ദമാണ്. ഒരു പ്രത്യേക ടാസ്കിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എപ്പിസോഡിനോ വേണ്ടി മാത്രം ഒരു വനിതാ ബിഗ് ബോസ് വോയിസ് ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? പെട്ടെന്ന് ശബ്ദം മാറിയാൽ മത്സരാർത്ഥികൾ പോലും ഒന്ന് അമ്പരക്കും. പ്രേക്ഷകർക്കും അതൊരു പുതിയ അനുഭവമായിരിക്കും. ഒരു എപ്പിസോഡിലെങ്കിലും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് രസകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനത്തെ മാറ്റം, ടെലികാസ്റ്റ് രീതിയിൽ. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ അത് കാണുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ട് ആരാണ് പുറത്തായത്, എന്തു ട്വിസ്റ്റാണ് നടന്നത്, ആരാണ് ക്യാപ്റ്റനായത് എന്നൊക്കെയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ വൈറലാകും. അപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ ആ സസ്പെൻസും എക്സൈറ്റ്മെന്റും കുറയുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര ലൈവ് ടെലികാസ്റ്റിന് അടുത്ത രീതിയിൽ ഷോ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്പോയിലറുകൾ കുറയും. പ്രേക്ഷകർക്കും ഓരോ എപ്പിസോഡും കൂടുതൽ ത്രില്ലോടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 8 ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന 4 മാറ്റങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഡിയ ഏതാണ്? അല്ലെങ്കിൽ ഇതിലും മികച്ച ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. നല്ല കമന്റുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.